കൂറ് കാട്ടേണ്ടത് കരാറിനോടോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ ആർ തുളസീധരൻ പിള്ള വഹിച്ചിരുന്ന ചുമതല ഞാൻ തെറ്റായാണ് പറഞ്ഞത്, അത് തിരുത്തുന്നു. AGS ഓഫീസിലെ മുൻ സീനിയർ ഓഡിറ്റ് ഓഫീസറായിരുന്നു ശ്രീ ആർ തുളസീധരൻ പിള്ള. അഡ്വക്കേറ്റ് റഹീം, ഇന്നിപ്പോൾ VSന്റെ കത്ത് വന്നിരിക്കുകയാണ്, ഇത് നിർത്തണം എന്ന് പറഞ്ഞുകൊണ്ട്. ഈ CAGയുടെ റിപ്പോർട്ട് എന്തായാലും CPM തള്ളി പറയുന്നില്ല. അതിൻ്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ട് തുടർ നടപടികളിലേക്ക് സർക്കാർ പോകുന്നത് പോലെ തന്നെ പ്രധാനമല്ലേ സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമായ ഒരു പ്രവൃത്തി അവിടെ അങ്ങനെ സുഗമമായി നടക്കരുത് എന്ന VSന്റെ നിലപാട്? ഇല്ല, അത് നിങ്ങൾ ഈ പ്രശ്നത്തെ ഗതിമാറ്റുന്നതിനുള്ള തന്ത്രപരമായ നീക്കമാണ്. അത് ന്യൂസ് വാല്യൂ ഉണ്ടാക്കാനുള്ള കാര്യമായിരിക്കാം. നാടിൻ്റെ നല്ലതിനുള്ള ചോദ്യമോ പ്രതീക്ഷിക്കുന്ന ഉത്തരമോ അല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ CAG ഇന്ന് എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ എത്രയോ കാലങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ മുഖ്യമന്ത്രി തന്നെയാണ് എണ്ണിപ്പറഞ്ഞ കാര്യങ്ങൾ ഉന്നയിച്ചിരുന്നു. അന്നത്തെ തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുണ്ടായിരുന്ന സഖാവ് M. വിജയകുമാർ അന്ന് എഴുതിയ ലേഖനം, ആ ലേഖനത്തിൽ പരാമർശിക്കുന്നതിനപ്പുറത്ത് അപൂർവം കാര്യങ്ങൾ മാത്രമേ CAG കൂടി ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കിത് വ്യക്തമാണ്. അങ്ങനെ വ്യക്തമായപ്പോഴും ഞങ്ങൾ അവതരിപ്പിച്ച മാനിഫെസ്റ്റോ അതുമായിട്ടാണല്ലോ ജനങ്ങളുടെ മുമ്പിലോട്ട് പോയത്. പേജ് നമ്പർ 8 അതിൽ വൻകിട പദ്ധതികൾ എന്ന സബ് ടൈറ്റിലിൽ ഞങ്ങൾ കൊടുത്തിരുന്ന ഒന്നാമത്തെ വൻകിട പദ്ധതി വിഴിഞ്ഞം ഹാർബറാണ്. അതിൽ ഞങ്ങൾ ജനങ്ങൾക്ക് കൊടുത്തിരുന്ന ഉറപ്പ് സമയബന്ധിതമായി പൂർത്തീകരിക്കുമെന്നാണ്. CAGയുടെ റിപ്പോർട്ടിനെ തള്ളിപ്പറയുന്നില്ലല്ലോ എന്നാണ് താങ്കൾ ചോദിച്ചത്. CAGയുടെ റിപ്പോർട്ട് വരുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളുടെ വ്യക്തമായ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പറഞ്ഞ ആരോപണം, ആ ആരോപണത്തിൽ ഞങ്ങൾ ഉറച്ചു നിന്നപ്പോഴും ഞങ്ങൾ മാനിഫെസ്റ്റോയിൽ പ്രതിപാദിച്ചത് പേജ് നമ്പർ 8 കൃത്യമായി പറഞ്ഞത് ഈ പദ്ധതി ഞങ്ങൾ പൂർത്തീകരിക്കും. അതേസമയം തന്നെ അഴിമതി നടന്നിട്ടുണ്ട് എങ്കിൽ ആ അഴിമതിയുമായി ബന്ധപ്പെട്ട് ശക്തമായ നിലപാടും സ്വീകരിക്കും. പദ്ധതി മുടക്കാൻ, ഈ പദ്ധതി മുടങ്ങിയ വഴി കണ്ട് ഭയന്ന് ഇനി വേറൊരു ഇൻവെസ്റ്റർ കേരളത്തിലേക്ക് വരാതിരിക്കാനുള്ളൊരു സാഹചര്യം, വികസന മുരടിപ്പിന് ആധാരമായ സാഹചര്യത്തിലേക്ക് പോകാൻ സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എന്നത് മാത്രമേ ഉള്ളൂ. സർക്കാർ ഇക്കാര്യത്തിൽ കൃത്യമായി മുന്നോട്ട് പോകും. അഴിമതിയാണ് വികസിക്കുന്നതെങ്കിലോ? ഇല്ല, അഴിമതിയാണ് വികസിക്കുന്ന ഒരു പദ്ധതി അല്ല. ഇതിപ്പോൾ എന്തായാലും ജനവിരുദ്ധമാണ്, സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധമാണ്. ഇപ്പോൾ CAG പറയുന്ന ഒരു കാര്യം, സ്വകാര്യ സംരംഭകന് വഴിവിട്ട ആനുകൂല്യങ്ങൾ നൽകി. നിങ്ങൾ എതിർക്കുന്നില്ലല്ലോ? ഇല്ല. അപ്പോൾ അത് വികസിക്കുകയാണ്. ഇനി അതിലെ ഓരോ കല്ലെടുത്ത് വെക്കുമ്പോഴും സർക്കാരിന് വൻ നഷ്ടം വരുത്തി വെക്കുന്നതാണ്. CAG റിപ്പോർട്ടാണ്, നിങ്ങൾ നിഷേധിക്കുന്നില്ല. ഇതിലെ ഓരോ നടപടികളിലേക്ക് പോകുമ്പോഴും ആ നഷ്ടം അധികരിക്കുകയാണ് ചെയ്യുക. സംസ്ഥാന താല്പര്യത്തിന് വിരുദ്ധം എന്ന് പറഞ്ഞാൽ മുഴുവൻ ജനതയെയും പാത്രമാക്കിക്കൊണ്ട് നടന്ന അഴിമതി എന്നാണ്. അതിനപ്പുറം ഒരു വലിയ അഴിമതിയില്ല. വ്യക്തിതലത്തിൽ നടന്നൊരു അഴിമതിയല്ല, ഒരു ഇടപാടല്ല. ഇത് സംസ്ഥാന താല്പര്യമാണ് ബലികഴിക്കപ്പെട്ടിരിക്കുന്നത്. അവിടെ നിർത്തിവെക്കണ്ടേ ഈ ഇടപാട്? നിർത്തിവെച്ചാൽ അതുകൂടി താങ്കൾ പറയും. അതാണ് ഇതിലെ നടപടി. നിർത്തിവെച്ചാൽ എന്തായാലും കേരളം ഒലിച്ചു പോകാൻ പോകുന്നില്ല. അങ്ങനെയല്ല. അതങ്ങനെ പറയരുത്. കേരളം ഒലിച്ചു പോവുകയോ ഇല്ലയോ എന്നുള്ള കാര്യം അല്ല കാര്യം. പ്ലീസ്, ഞാൻ പറയട്ടെ, നിർത്തിവെച്ചാൽ ആ CAG റിപ്പോർട്ടിനെ അർഹമായ പ്രാധാന്യത്തോടെ ഞങ്ങൾ സമീപിച്ചു. അല്ലല്ല, അർഹമായ പ്രാധാന്യത്തോടെയാണ് സമീപിച്ചിരുന്നത് എങ്കിൽ ഒരു കമ്മീഷനെ അല്ല വെക്കുക. അങ്ങൊരു പൂർവ്വനിശ്ചിതമായ നിലപാട് CAG റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഒരു നിമിഷം, CAG റിപ്പോർട്ടിന്റെ കാര്യത്തിൽ ഇതിപ്പോൾ അഴിമതിയാണല്ലോ വന്നിരിക്കുന്നത്. ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ടാണല്ലോ ഈ വിവാദമെല്ലാം ഇങ്ങനെ പുകയുന്നത്. ഇവിടെ ഇത് പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ടിലേക്ക് വരുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വിജിലൻസിലേക്ക് വിടാവുന്നതാണ്. ഇനി അദാനി എന്ന് പറയുന്നത് ഒരു വലിയ താപ്പാനയായതുകൊണ്ട് സ്വാഭാവികമായും വിജിലൻസിനെ അന്വേഷിച്ചാൽ പിടിക്കാൻ കഴിയാത്തതായതുകൊണ്ട് CBIയിലേക്ക് പോകാവുന്നതാണ്. കമ്മീഷൻ എന്ന് പറയുമ്പോൾ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പോലും ബൈൻഡിങ് അല്ല. അപ്പോൾ ആരെ പറ്റിക്കാനാണ്? ശ്രീ വേണു, ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ ഈ കമ്മീഷനെ വെച്ചത് എന്ന് ശ്രീ വേണൂര് തോന്നുന്നത് എനിക്ക് മനസ്സിലാവില്ല. അല്ല, കമ്മീഷനെ കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് അറിയാമല്ലോ നമുക്ക്. ഞാൻ പറയട്ടെ, ഞാനൊന്ന് പറയാൻ അനുവദിക്കൂ. ഈ പദ്ധതിയെ സംബന്ധിച്ച്, പദ്ധതിയുടെ നടത്തിപ്പിനെ സംബന്ധിച്ച് എക്കാലവും ഞങ്ങൾ പോസിറ്റീവായിട്ടാണ് സമീപിച്ചിരുന്നത്. അതേസമയം ഈ പദ്ധതി ലാൻഡ് ലോഡ് എന്ന കൺസെപ്റ്റിൽ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ LDF ഗവൺമെൻറ് എടുത്ത നിലപാടിനെ പിന്തള്ളിക്കൊണ്ട് PPP മോഡലിലേക്ക് വരികയും അദാനിയുമായി ബന്ധപ്പെട്ട് വൻകിട അഴിമതിയിലേക്ക് നീങ്ങുന്നു. കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ അഴിമതിയാണ് എന്ന നിശ്ചയബോധ്യവും ഞങ്ങൾക്കുണ്ടെന്നേ. അത് ഇപ്പോഴല്ല, എക്കാലവുമുണ്ട്. അതുണ്ടായിരുന്നപ്പോൾ തന്നെയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങളുടെ രാഷ്ട്രീയ ബോധ്യമായിരുന്നു അത്. അന്ന് നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഭരണപക്ഷത്തിരിക്കുമ്പോഴും മുഖ്യമന്ത്രി പറയുന്നത് നിങ്ങൾക്കിതിൽ നിന്ന് പിന്മാകാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ബാധ്യത കഴിഞ്ഞ ഗവൺമെൻറ് അടിച്ചേൽപ്പിച്ചു എന്നാണ്. ഇതൊക്കെ രാഷ്ട്രീയ നിലപാടാണ്. ഇവിടെ ഒരു CAG റിപ്പോർട്ട് വന്നാൽ അതിനപ്പുറത്തേക്ക് ഭരണപരമായ നടപടികളിലേക്ക് ഗവൺമെന്റ് പോകാൻ കഴിയും. ഞാൻ പറയട്ടെ, CAG റിപ്പോർട്ടിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഇപ്പോൾ ഈ ഒരു ഉടമ്പടിയിലേക്ക് പോയാൽ ആ ഉടമ്പടിയുടെ പുതിയ നിയമക്കുരുക്കിലേക്ക് പോയി അഴിയാക്കുരുക്കുകളിലേക്ക് പോകും. വേണു ഉറപ്പിച്ചോ, ഈ കണ്ടിരിക്കുന്ന ഓരോ പ്രേക്ഷകനും ഉറപ്പിച്ചോളൂ, ഈ അവസ്ഥ ഇങ്ങനെ ഇരിക്കലും
വരാൻ പോകുന്ന നാളുകളിൽ എണ്ണി ഈ ഗവൺമെൻറ് ചെയ്യാൻ പോകുന്ന കാര്യം വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുക എന്ന് മാത്രമല്ല അദാനിയിൽ നിന്ന് എന്തെല്ലാം കാര്യങ്ങൾ തിരികെ പിടിക്കാനാകും, ഈ ഉടമ്പടിയിൽ ന്യായമായി ഈ സുഗമമായി മുന്നോട്ട് പോകാൻ കഴിയും വിധമുള്ള എന്തെല്ലാം മാറ്റം വരുത്താനാകും, എന്തെല്ലാം സമ്മർദ്ദങ്ങൾ വരുത്താനാകും, ആ ദിശയിൽ തന്നെ ആയിരിക്കും പോകുക. അല്ലാതെ താങ്കൾ ഈ പറഞ്ഞതുപോലെ കണ്ണടച്ച് പോയതെല്ലാം പൊയ്ക്കോട്ടെ ഇനിയും പോട്ടെ എന്ന് പറഞ്ഞ് കാട്ടിലെ തടി തേവരുടെ ആന എന്ന വിധം ഞങ്ങൾ ഇരിക്കില്ല. ശരി, ഉറപ്പാണ്. ഇതുവരെയുള്ള നടപടികളിൽ നിന്നാണല്ലോ നമുക്ക് യാഥാർത്ഥ്യ ബോധത്തോടെ ഒരു നിഗമനത്തിലെത്താൻ കഴിയുക. അതിൽ ഈ പറയുന്നതെല്ലാം അവകാശവാദങ്ങൾ മാത്രമാണ്, ഒന്നും ചെയ്ത് കാണിച്ചിട്ടില്ല. നമുക്ക് നോക്കാം. ശ്രീ PC വിശ്വനാഥ്, ഇവിടെ ഈ ലാവ്ലിനുമായി ബന്ധപ്പെട്ട കേരളത്തെ ഞെട്ടിച്ച ഒരു 374 കോടിയുടെ നഷ്ടമെന്ന് പറയുന്നതും ഒരു CAG റിപ്പോർട്ടായിരുന്നു. അതിൻ്റെ ഗൗരവം ഉൾക്കൊണ്ട് നിങ്ങളെടുത്ത നടപടികൾ പ്രശംസനീയമാണ്. അത് CBIയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ വിജിലൻസിന് വിട്ടു. വിജിലൻസിൻ്റെ റിപ്പോർട്ട് മറിച്ചൊന്നായപ്പോൾ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിനെ, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടി വെല്ലുവിളിച്ചിട്ടുണ്ട് VSനെ, ഇത് CBIക്ക് വിടുമെന്ന് പറയാൻ അങ്ങേക്ക് ധൈര്യമുണ്ടോ എന്ന്. അങ്ങനെയൊക്കെ ഒരു CAG റിപ്പോർട്ടിന്മേൽ പൊതുതാൽപര്യം മുൻനിർത്തി, സംസ്ഥാന താൽപര്യം മുൻനിർത്തി നിയമസഭയിൽ വെല്ലുവിളിച്ച ഉമ്മൻചാണ്ടി ഇപ്പോൾ തെക്കുവട കോടുകയാണ്. CAG റിപ്പോർട്ടിൽ ഇന്ന കുഴപ്പമുണ്ടായിരിക്കുന്നു, ഇന്ന തരത്തിലുള്ള കാര്യങ്ങൾ പരിഗണിക്കുകയുണ്ടായില്ല, ഇന്ന യോഗം കൂടിയില്ല, ഇന്ന ബാഹ്യശക്തി ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. ശ്രീ PC വിശ്വനാഥ്, നിങ്ങൾക്കെതിരെ ഒരു CAG റിപ്പോർട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് ഇത്രയധികം സംശയങ്ങൾ നിങ്ങൾക്ക് ഉയരുന്നത്? വ്യത്യസ്തമായ ഒരു സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. കാരണം SNC ലാവ്ലിൻ കേസിൽ CAGയുടെ കണ്ടെത്തലുണ്ടായി. അതിനുശേഷം പാർട്ടി തന്നെ നിയോഗിച്ച ബാലാനന്ദൻ കമ്മീഷൻ മറ്റൊരു റിപ്പോർട്ട് അന്നത്തെ തീരുമാനമെടുത്ത വകുപ്പ് മന്ത്രിക്ക് എതിരാവുന്ന രൂപത്തിൽ കൊടുത്തു. അതിനുശേഷം വിജിലൻസിൻ്റെ അന്വേഷണം ഉണ്ടായി, വ്യത്യസ്തമായി CBIയുടെ അന്വേഷണം ഉണ്ടായി. CBI അന്നത്തെ വൈദ്യുത മന്ത്രി, ഇന്നത്തെ മുഖ്യമന്ത്രിയെ പ്രതി ചേർത്തതിന് ശേഷം CBI കോടതി അദ്ദേഹത്തെ വിചാരണ കൂടാതെ വെറുതെ വിട്ടു. ഇപ്പോൾ അത് അപ്പീലിൽ മേൽ നിൽക്കുകയാണ്. അത്രയും കാര്യങ്ങൾ അതിൽ നടന്നിട്ടുണ്ട്. ഈ കാര്യത്തിൽ CAG റിപ്പോർട്ട് വന്നപ്പോൾ തന്നെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി നിയമസഭയിൽ തന്നെ ഇത് സംബന്ധിച്ച് അന്വേഷിക്കണമെന്ന് അദ്ദേഹമാണ് ആദ്യം ആവശ്യപ്പെട്ടത്, അല്ലാതെ വേറെ ആരുമല്ല. അദ്ദേഹമാണ് ആവശ്യപ്പെട്ടത്. അദ്ദേഹം ജുഡീഷ്യൽ അന്വേഷണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം വിജിലൻസ് ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ല, അദ്ദേഹം CBI വേണ്ട എന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. ഇനിയിപ്പോൾ CBI അന്വേഷിക്കാൻ പോയി കഴിഞ്ഞാൽ CBI ഈ കയ്യിലെ രോമമാണെന്ന് പറഞ്ഞിട്ട് CBIക്കെതിരെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ മുമ്പ് ആരെങ്കിലും ജാഥ നടത്തിയ പോലെ ഞങ്ങൾ ആരും ജാഥ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല. ഉമ്മൻചാണ്ടിയാണ് അന്വേഷണം ആദ്യം ആവശ്യപ്പെട്ടത്. പിന്നെ AGക്ക് പരാതി കൊടുത്തത് സംബന്ധിച്ചിട്ടാണെങ്കിൽ കൃത്യമായി പറയാം. ഇതൊരു സംവാദമാണ്, അതുകൊണ്ട് ഇടയ്ക്ക് എതിർവാദം വരുമ്പോൾ ഒന്ന് വഴങ്ങണം. പിന്നെ എന്തിനാണ് നിങ്ങൾ CAGയുടെ മുമ്പിൽ പരാതിയുമായി എന്നെ തല്ലരുതേ, എന്നെ കൊല്ലരുതേ എന്ന് പോകുന്നത്? ഓക്കെ, മറുപടി പറയാവോ? പറഞ്ഞോളൂ വിഷ്ണു. അത് തന്നെയാണ് വേണുവും ചോദിച്ചത്, തന്നെയാണ് റഹീമും ചോദിച്ചത്. ഇവിടെ ഇത് സംബന്ധിച്ച് CAG ആദ്യമായിട്ടാണ് CAGയുടെ റിപ്പോർട്ടിന്മേൽ സംശയത്തിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത്. കാരണം വിഴിഞ്ഞം പദ്ധതിക്കെതിരായി 2 തവണ ലേഖനം എഴുതിയ ഒരു വ്യക്തി ഇതിന്റെ കൺസൾട്ടന്റായി വരികയാണ്. ആ വ്യക്തി നമ്മുടെ കൂടെ ഉണ്ട്. ആ വ്യക്തി നമ്മളുടെ കൂടെ ചർച്ചയിലുള്ളത് നന്നായിരിക്കും. കാരണം ഒരു പദ്ധതിക്കെതിരായി നിലപാടെടുത്തയാള്, മുൻവിധിയുള്ളയാളെ ആ പദ്ധതിയെ സംബന്ധിച്ചിട്ടുള്ള പരിശോധനയിൽ അംഗമാക്കുന്നത് അധാർമികമാണ്. അതിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ഇപ്പോൾ അതിൽ തന്നെ ഇതിലൊരു ഭാഗം വായിച്ചാൽ മനസ്സിലാകും. കാരണം ശ്രീ R തുളസീധരൻ പിള്ള അദ്ദേഹം എഴുതിയ ലേഖനത്തിൽ അദ്ദേഹം പറയുന്നു, ഇതിൽ മത്സ്യത്തൊഴിലാളികളുടെ നിന്നും യൂസർ ഫീ വാങ്ങും എന്ന് അദ്ദേഹം പറയുകയാണ്. ഇത് ഈ റിപ്പോർട്ടിൽ അത് സംബന്ധിച്ച ഭാഗത്തിൽ അവ്യക്തതയുണ്ട് എന്ന് CAGയുടെ റിപ്പോർട്ടിൽ പറയുകയാണ്. എന്നാൽ എഗ്രിമെൻറ്റിൽ പറയുന്നത് എന്താണ്? ഫോർ ദ അവോയ്ഡൻസ് ഓഫ് ഡൗട്ട് ഓപ്പറേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് ദ ഫിഷിംഗ് ഹാർബർ വിൽ റെസ്റ്റ് വിത്ത് അതോറിറ്റി. അപ്പോൾ എഗ്രിമെൻറ്റിൽ ഇല്ലാത്ത ഒരു കാര്യം ഇദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ ഉണ്ടാവുകയും ഇദ്ദേഹത്തിൻ്റെ ലേഖനത്തിലുള്ള കാര്യം CAGയുടെ റിപ്പോർട്ടിൽ വരികയും ചെയ്യുന്നത് CAG എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിൻ്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. ഒരിക്കലും ഇത് 14-ലും 15-ലുമൊക്കെ എതിരായി ലേഖനം എഴുതിയ വിഴിഞ്ഞം പദ്ധതി വരണ്ട എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ദുരൂഹമായ നിലപാടുകളുള്ളവരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളെ ഇത് പരിശോധിക്കാൻ ഏർപ്പെടുത്തിയാൽ, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിലെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ വന്നാൽ അതിനെ സംശയമാണ്, അത് പരിശോധിക്കണം. ഇനി ഒരു കാര്യം കൂടി, ഇത് സംബന്ധിച്ച് ഈ ഗവൺമെൻറ് വന്നപ്പോഴാണ് തുറമുഖ വകുപ്പിനോട് ഇതിൻ്റെ മറുപടി നൽകാനുള്ള
കാര്യങ്ങൾ അവർക്ക് നൽകിയത്. അത് സംബന്ധിച്ച് സെക്രട്ടറി തന്നെ, തുറമുഖ വകുപ്പിൻ്റെ ഈ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ സെക്രട്ടറി തന്നെ ഇത് സംബന്ധിച്ച ഒരു മീറ്റിംഗ് വിളിച്ചുകൂട്ടി, ഇത് സംബന്ധിച്ച കാര്യങ്ങൾ ഇവരെ അറിയിക്കാൻ. അതിൽ പ്രിൻസിപ്പൽ AG പങ്കെടുത്തില്ല. ആ പ്രിൻസിപ്പൽ AG പങ്കെടുക്കാത്ത സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ തുറമുഖ വകുപ്പ് സെക്രട്ടറി തന്നെ ഇതിൽ പ്രിൻസിപ്പൽ AG ഉണ്ടാകേണ്ടതാണ്. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഇക്കാര്യത്തിലുള്ള കാര്യങ്ങൾ പറയാനൊരു അവസരം വേണമെന്ന് പറഞ്ഞു. അത് മിനിറ്റ്സ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മിനിറ്റ്സ് ഉണ്ട്. എന്നാൽ ആ അവസരം കൊടുക്കാതെ ഏകപക്ഷീയമായി ആ മറുപടികൾ സ്വീകരിക്കാതെ ഈ ഗവൺമെൻറ്റിൻ്റെ ഉമ്മൻചാണ്ടിയുടെ തുറമുഖ വകുപ്പ് സെക്രട്ടറി അല്ല, അത് പരിശോധിക്കാതെ അത് പരിഗണിക്കാതെ ഇതിനെതിരെ ലേഖനം എഴുതിയ ആളെ കൺസൾട്ടൻ്റ് ആക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ പൊലിപ്പിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ട് ഈ പദ്ധതിയാകെ അട്ടിമറിക്കാൻ പോകുമ്പോൾ AG സമീപിക്കുകയല്ലാതെ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഞങ്ങൾ തന്നെ ഞങ്ങൾ പറയുന്നില്ല. ഒരു കാര്യം കൂടി ശ്രീ വിഷ്ണു, ഇങ്ങനെ ഒന്നുമില്ലാതിരുന്നൊരു ഘട്ടത്തിൽ ഈ 2G ഇടപാടുമായി ബന്ധപ്പെട്ട് അന്ന് വിനോദ് റായ് എന്ന CAG-ക്കെതിരെ അന്നത്തെ കപിൽ സിബൽ അടക്കമുള്ള നിയമവിദഗ്ധരായ കേന്ദ്രമന്ത്രിമാർ വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ട്. പ്രിസംപ്റ്റീവ് ലോസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട്, ഇത് യഥാർത്ഥത്തിലുള്ള നഷ്ടമല്ല എന്ന് പറഞ്ഞുകൊണ്ട്. അവസാനം എന്ത് സംഭവിച്ചു? സുപ്രീം കോടതി അതിനെ ആധാരമാക്കിക്കൊണ്ട് ഏതറ്റം വരെയാണ് ആ കേസിൽ മുന്നോട്ട് പോയതെന്ന് താങ്കൾക്ക് അറിയുന്നതാണ്. ആരൊക്കെ അകത്ത് കിടക്കുന്നു, ആർക്കൊക്കെ പിന്നെ ബെയിൽ കിട്ടിയതെല്ലാം. ഇനി ഒരു കാര്യം കൂടി, അതേ CAG പിന്നീട് ഒരു പുസ്തകം എഴുതി, നല്ല പുസ്തകമാണത്. അതിനുശേഷം സുപ്രീം കോടതി പിന്നീട് 2 ചുമതലകൾ അദ്ദേഹത്തെ ഏൽപ്പിച്ചു, വിനോദ് റായിയെ. നമ്മുടെ ഈ പത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കണക്കുകളുടെ കാര്യത്തിൽ, പിന്നെ BCCI എന്ന് പറയുന്ന ഏറ്റവും വലിയ കൊള്ള നടക്കുന്ന സ്ഥലത്തെ സൂക്ഷിപ്പുകാരനായും. അപ്പോൾ കോടതിയുടെ പരിശോധനയിലൂടെ വിശ്വാസമാർജിച്ചത് ആർക്കാണ്, ജനങ്ങളുടെ വിശ്വാസമാർജിക്കാൻ കഴിഞ്ഞത് ആർക്കാണ് എന്നൊരു വീണ്ടും വിചാരം നിങ്ങൾക്ക് നല്ലതാണ്. എനിക്ക് ഒരു മറുപടി പറയാൻ തരുമോ? വിഷ്ണുവിനോടാണ് ചോദിച്ചത്. എൻ്റെ മറുപടി കേട്ട പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും, വിനോദ് റായിയുടെ ആ CAG-യുടെ കണ്ടെത്തലും ഈ ഞാൻ പറഞ്ഞ ഇഷ്യൂമായി യാതൊരു ബന്ധവുമില്ല. അല്ലല്ല, 2 തരം ആക്ഷേപമാണ്. 2 പദ്ധതിയാണല്ലോ, 2 ആക്ഷേപമാണ്. പക്ഷെ 2 തരത്തിൽ വന്നു എന്നതാണ്. വേണു, അന്ന് CAG-യെ പറ്റി നിങ്ങൾ പറഞ്ഞ പ്രിസംപ്റ്റീവ് ലോസ് ഞാൻ പൂരിപ്പിക്കട്ടെ എന്ന് പറഞ്ഞാൽ കണക്കുകൾ ശരിയല്ല. ഞാൻ പറഞ്ഞത് പ്രിസംപ്റ്റീവ് ലോസ് എന്ന് നിങ്ങൾ പറയുമ്പോൾ കണക്ക് ശരിയല്ല എന്നാണ് നിങ്ങൾ ആക്ഷേപിച്ചത്. അതല്ല ഞാൻ പറഞ്ഞത്. ഈ പർട്ടിക്കുലർ പ്രോജക്റ്റിനെതിരെ നിലപാടെടുത്ത് ലേഖനം എഴുതി പരസ്യമായി നിൽക്കുന്ന ഒരാളെ തന്നെ വിനോദ് റായിയുടെ പിന്നെ സംഘത്തിൽ 2G-ക്ക് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ലേഖനം എഴുതിയ ഒരാളോ അല്ലെങ്കിൽ മുൻവിധിയുള്ള ഒരാളോ ഉണ്ടായിരുന്നു എന്നുള്ള ആക്ഷേപം പറഞ്ഞില്ലല്ലോ. അതും ഇത് ആ ഒന്നുമില്ലാതെയാണ് ആക്ഷേപം ഉന്നയിച്ചത്. ഞാൻ ഇടപെടുകയാണ്. ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ശ്രീ R. തുളസീധരൻ പിള്ള, ഞാനൊന്ന് പൂരിപ്പിച്ചോട്ടെ. ശരി വിഷ്ണു, പറഞ്ഞോളൂ. ഞാൻ ആവർത്തിക്കുന്നു, ഇതിനകത്ത് ഈ ഗവൺമെന്റിന്റെ തുറമുഖ വകുപ്പിന്റെ ഉദ്യോഗസ്ഥർ അവർ തന്നെ പറഞ്ഞു ഇതിനകത്ത് പ്രിൻസിപ്പൽ AG ഇതിൽ ഈ താങ്കൾ 2 തവണ കലാകൗമുദി ലേഖനം എഴുതി. അതിനുശേഷം താങ്കൾ ഇങ്ങനെ ഒരു ചുമതലയിലേക്ക് വരുന്നത് ശരിയാണോ? താങ്കളുടെ നിലപാട് വ്യക്തമാണ്. പിന്നെ CAG-യുമായി ബന്ധപ്പെട്ട് ഇത്തരം ഒരു കൺസൾട്ടൻസിയിലേക്ക് താങ്കൾ പോകുന്നത് ശരിയാണോ? മാത്രമല്ല, താങ്കൾ ആ ലേഖനങ്ങളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളടക്കമായി വരുന്നു. അപ്പോൾ ശ്രീ വിഷ്ണു അല്ലെങ്കിൽ ശ്രീ ഉമ്മൻചാണ്ടി അടക്കമുള്ളവർ ഉന്നയിക്കുന്ന ആക്ഷേപം വസ്തുതകളുടെ പിൻബലമുള്ളതാണ്. അതായത് ഞാൻ ലേഖനം എഴുതുന്നത് ഈ അതിൻ്റെ എഗ്രിമെൻറ്റും ഡ്രൂറി കൺസൾട്ടൻസിയുടെ മാർക്കറ്റിംഗ് സ്റ്റഡിയും എയ്കോം അതുപോലെയുള്ള എല്ലാ സ്ഥാപനങ്ങളുടെയും റിപ്പോർട്ടുകളൊക്കെ ഡൗൺലോഡ് ചെയ്ത് ഞാനൊരു അക്കാഡമിക്കായിട്ട് എൻ്റെ വീട്ടിലിരുന്ന് എഴുതിയ ഫൈൻഡിങ്സാണ്. കാരണം ഞാൻ 36 വർഷത്തെ സർവീസ് ഉണ്ട് എനിക്ക്. ആൻഡ് ഔട്ട് ഓഫ് ദി 36 ഇയേഴ്സ് 30 വർഷത്തോളം ഞാൻ PWD-യിലായിരുന്നു. ഞാൻ കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിൻ്റെ ആർബിട്രേഷൻ കേസ് ചെയ്ത ആളാണ്. അത് പരിശോധിക്കുമ്പോൾ അതുകൊണ്ടാണ് ആ റിപ്പോർട്ടിൽ വന്ന അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ CAG റിപ്പോർട്ടിൽ വന്നിരിക്കുന്നതെന്ന് പറയുന്നതിന് ആധാരം. കാരണം ഞാൻ റെഫർ ചെയ്തതും അത് കഴിഞ്ഞിട്ട് പിന്നെ AG-യുടെ ഓഡിറ്റ് പാർട്ടി റെഫർ ചെയ്തതും ഒരേ റെക്കോർഡ്സാണ്. ഒരു സ്റ്റാൻഡേർഡ് ഓഫ് അക്കാദമിക് ആയിട്ടുള്ള താങ്കളുടെ അവകാശത്തെയോ കലാകൗമുദിയിൽ ലേഖനം എഴുതാനുള്ള സ്വാതന്ത്ര്യത്തെയോ ഒന്നും ആരും ഇവിടെ ചോദ്യം ചെയ്തിട്ടില്ല. ഇത്തരമൊരു നിലപാട് വ്യക്തമാക്കിയിരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് CAG-യുടെ ഒരു കൺസൾട്ടന്റ് ആകുന്നത്? അങ്ങനെ ഒരു നിലപാട് ഞാൻ വ്യക്തമാക്കിയിട്ടില്ല. കാരണം ഞാൻ വളരെ ഒബ്ജക്റ്റീവായിട്ട് താങ്കളുടെ ഒബ്ജക്റ്റീവാണോ?